MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച പായമുക്ക് മഹാത്മാഗാന്ധി റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് നിർവഹിച്ചു. സാധാരണത്തിൽ ഇരിട്ടിയുടെ ഈ ടൗൺ റോഡ് ചേർന്നുള്ള പ്രദേശത്തെ ഇവിടെ ചെയർമാൻ പറഞ്ഞതുപോലെ 3 റോഡുകൾ MLA ഫണ്ടിൽ നിന്ന് പ്രവൃത്തി അനുവദിച്ച് അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിലേറെ സന്തോഷമുണ്ട്. അതിൽ രണ്ടാമത്തെ റോഡാണിത്. ഒന്ന് നമ്മളുടെ വൈഞ്ചേരി മുക്കിൽ നിന്ന് ഹൈസ്കൂളിലേക്കുള്ള ഒരു ക്രോസ് റോഡ്, അത് ഉദ്ഘാടനം ചെയ്തു. ഇത് രണ്ടാമത്തേത്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകളുണ്ട്, നല്ല പങ്കാളിത്തം. ഞാൻ തമാശയായിട്ടാണ് ചോദിച്ചത്, പുറമേ നാളെ ഇറക്കിയത്. നാളെ ഇറക്കിയതല്ല, സമീപ പ്രദേശത്തുകാരാണ്. ഇത് വ്യക്തമാക്കുന്ന റോഡിന്റെ ആവശ്യകതയാണ് ഇതിന് വ്യക്തമാക്കുന്നത്. നിങ്ങളുടെ വലിയ സന്തോഷമാണ് ഇവിടെ പ്രകടമാകുന്നത്. നല്ല ലഡുവൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, കുട്ടികളൊക്കെ കഴിക്കുക. നല്ല സന്തോഷത്തിൽ പങ്കുചേരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ഇരിട്ടി മുനിസിപ്പാലിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിൽ, മുനിസിപ്പാലിറ്റി മാത്രമല്ല പേരാവൂരിലെ ഗ്രാമപഞ്ചായത്തുകളാണെങ്കിലും അവിടെ എല്ലാം ആവശ്യങ്ങൾ പഞ്ചായത്തുകളുടെയോ മുനിസിപ്പാലിറ്റിയുടെയോ ഫണ്ട് കൊണ്ട് മാത്രം തീരില്ല. അവിടെയാണ് MLA ഫണ്ട് കൂടി ഇത്തരം ആവശ്യങ്ങൾക്ക്, അത്യാവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നത്. നസീറിവിടെ പറഞ്ഞതുപോലെ ആളുകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കൂടിയാണ്. ഒരു ഭാഗത്ത് ചെന്നപ്പോൾ റോഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആ ഭാഗത്തൂടെ ആദ്യം പോകുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ കല്യാണമൊന്നും ഇല്ലായിരുന്നു, എന്നെ ആരും കല്യാണം വിളിച്ചില്ലല്ലോ, വന്നെങ്കിൽ ആരെങ്കിലും വരുമായിരുന്നില്ല, അപ്പോൾ റോഡിന് കാണാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. തമാശയായിട്ട് പറഞ്ഞതാണ്. അപ്പം പോകുന്ന വഴിക്ക് റോഡ് കാണുമ്പോൾ മോശം റോഡാണെങ്കിൽ ഇതിന് പൈസ വെക്കാൻ തോന്നും. അല്ലെങ്കിൽ ജനപ്രതിനിധികളോ പൊതുപ്രവർത്തകരോ സുഹൃത്തുക്കളോ പറയുമ്പോൾ ആവശ്യം എല്ലാം ഒറ്റയടിക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. ഘട്ടം ഘട്ടമായിട്ട് എത്രയോ റോഡുകളുടെ പ്രവൃത്തികൾ ഇത്തരത്തിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു. നഗരസഭാ ചെയർമാൻ പി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ PA നസീർ, കൗൺസിലർ VP അബ്ദുൾ റഷീദ്, ഡയസ് മാസ്റ്റർ ബിജു അരക്കൻ, A ജയപ്രകാശ്, എഴുത്തൻ ലക്ഷ്മണൻ മാസ്റ്റർ, സുധീർ, C ചന്ദ്രൻ, K ലക്ഷ്മണൻ, VP സതീശൻ, VM നാരായണൻ, P ശ്യാമള, സിനി, മേരിക്കുട്ടി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, ഇരിട്ടി.